ഹലോ കുട്ടികളെ, ഇന്ന് നമുക്ക് ഒരു കൂട്ടം പ്രാവുകളുടെ ഒത്തൊരുമയുടെ കഥ കേട്ടാലോ? അപ്പോൾ കഥയുടെ പേരാണ് വേടനും പ്രാവുകളും. പണ്ടു പണ്ട് ഒരു കാട്ടിൽ നിരവധി പ്രാവുകൾ പാർത്തിരുന്നു. അവർ വളരെ ഐക്യത്തോടെയും സ്നേഹത്തോടെയും ആയിരുന്നു അവിടെ കഴിഞ്ഞത്. രാവിലെ അവർ ഒരുമിച്ച് പോയി ധാന്യമണികളും ശേഖരിച്ച് വൈകുന്നേരത്തോടെ കൂട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു ദിവസം കാട്ടിലൂടെ വരികയായിരുന്ന ഒരു വേടൻ ഇത് കാണാൻ ഇടയായി. പ്രാവുകൾ കൂട്ടമായി പോകുന്നത് കണ്ട വേടൻ പറഞ്ഞു, ഇത് കൊള്ളാമല്ലോ, ഒരു കൂട്ടം പ്രാവുകൾ. മൃഗങ്ങളെ വേട്ടയാടുന്നതിനോടൊപ്പം ഈ പ്രാവുകളെ കൂടി കിട്ടിയാൽ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാം, ധാരാളം കാശും കിട്ടും. നാളെ തന്നെ ഒരു കെണി വച്ച് ഈ പ്രാവുകളെയെല്ലാം പിടിക്കണം. ഇതൊന്നും അറിയാത്ത പ്രാവുകൾ അടുത്ത ദിവസവും പതിവ് പോലെ ധാന്യമണികൾ ശേഖരിക്കുവാനായി കൂട്ടിൽ നിന്നും ഇറങ്ങി. അപ്പോൾ അവർ കാട്ടിൽ കുറച്ചകലെയായി കുറെ ധാന്യമണികൾ കിടക്കുന്നത് കണ്ടു. ഇത് കണ്ട പ്രാവുകൾ അങ്ങോട്ടേക്ക് പറക്കാനായി ഒരുങ്ങി. അപ്പോൾ കൂട്ടത്തിലെ ഒരു പ്രായമായ പ്രാവ് പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ടേക്ക് പോകരുത്. ഈ ചുറ്റുവട്ടത്തെ പാടം ഒന്നും കാണുവാനില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും ധാന്യങ്ങൾ ഇവിടെ വരാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. ഇത് ചിലപ്പോൾ എന്തെങ്കിലും കെണിയാകാൻ സാധ്യതയുണ്ട്. എന്നാൽ മറ്റു പ്രാവുകളൊന്നും ആ പ്രാവിന്റെ വാക്കുകൾ കേട്ടില്ല. അവർ പറഞ്ഞു, ഇവിടെ എന്ത് കെണിയാണ്? ഇന്നാണ് കുറച്ച് അടുത്തായി ധാന്യമണികൾ കിട്ടിയത്. ഞങ്ങൾ എന്തായാലും അതെടുക്കാൻ പോവുകയാണ്. ഇതും പറഞ്ഞ് ആ പ്രാവുകളെല്ലാം ധാന്യമണികൾ എടുക്കുവാനായി പോയി. എന്നാൽ ആ പ്രായമായ പ്രാവാകട്ടെ പറന്ന് അടുത്തുള്ള ഒരു മരക്കൊമ്പിൽ പോയിരുന്നു. മറ്റു പ്രാവുകളെയും നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. ആ പ്രാവുകൾ മറ്റൊന്നും ശ്രദ്ധിക്കാതെ ധാന്യമണികൾ കൊത്തിയെടുക്കുവാൻ തുടങ്ങി. എന്നാൽ ധാന്യമണികളും കൊണ്ട് പറക്കാൻ തുടങ്ങിയപ്പോഴാണ് അവർക്ക് അപകടം മനസ്സിലായത്. വേടൻ അവർക്കായി അവിടെ വല വിരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് പറന്നുയരാൻ സാധിക്കുമായിരുന്നില്ല. അവർ ഓരോരുത്തരും പല വിധത്തിലും വലയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ അവരുടെ ശ്രമങ്ങളെല്ലാം വിഫലമായി. ഈ സമയം അവിടെ മറഞ്ഞു നിന്ന വേടൻ പുറത്തു വന്നു. ഇത്രയധികം പ്രാവുകൾ ഒരുമിച്ച് വലയിൽ കുടുങ്ങിയത് കണ്ട വേടൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവൻ ഈ പ്രാവുകളെയെല്ലാം കൊണ്ടുപോകുന്നതിനു വേണ്ടി കയ്യിൽ കരുതിയ കൂട് എടുക്കുന്നതിനായി പോയി. അപ്പോൾ അയാളുടെ മനസ്സിൽ മുഴുവൻ ഈ പ്രാവുകളെയെല്ലാം വിറ്റുകിട്ടുന്ന കാശ് മാത്രമായിരുന്നു. വേടൻ കൂടെ എടുക്കാനായി പോയതും മരക്കൊമ്പിലിരുന്ന പ്രായമായ പ്രാവ് ഉടൻ തന്നെ പറന്ന് വലയിൽ കുടുങ്ങിയ പ്രാവുകളുടെ അരികിലെത്തി. ആ പ്രാവിനെ കണ്ടതും മറ്റു പ്രാവുകൾക്ക് വിഷമമായി. അവർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ വാക്ക് കേട്ടില്ല, ഞങ്ങളോട് ക്ഷമിക്കൂ. ദയവായി വേടൻ വരുന്നതിന് മുൻപ് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഉപായം പറഞ്ഞു തരൂ. ഇത് കേട്ടതും ആ പ്രായമായ പ്രാവ് പറഞ്ഞു, നിങ്ങൾ ഈ വലയിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി ഒറ്റയ്ക്ക് ശ്രമിക്കുന്നത് ആദ്യം നിർത്തുക. എന്നിട്ട് സർവശക്തിയും എടുത്ത് ഒരുമിച്ച് പറക്കാൻ ശ്രമിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും പറന്നുയരാൻ സാധിക്കും. ഈ സമയം വേടൻ കൂടുമായി വരുന്നത് കണ്ട പ്രാവ് വീണ്ടും പറന്ന് മരക്കൊമ്പിൽ പോയിരുന്നു. വേടൻ വലയുമായി അടുത്തെത്തിയപ്പോൾ കണ്ടത് വലയുമായി പറന്നുയരുന്ന പ്രാവുകളെയാണ്. ഇത് കണ്ട വേടൻ ഞെട്ടി. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് വേടന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. എന്നാൽ അപ്പോഴേക്കും വലയുമായി പറന്നുയർന്ന പ്രാവുകളെയെല്ലാം കൊണ്ട് ആ പ്രായമായ പ്രാവ് തന്റെ സുഹൃത്തായ ഒരു എലിയുടെ മാളത്തിലേക്ക് പോയി. എലി ഉടൻ തന്നെ തന്റെ മൂർച്ചയുള്ള പല്ലുകൾ കൊണ്ട് വലക്കണ്ണികൾ മുറിച്ച് ആ പ്രാവുകളെയെല്ലാം സ്വതന്ത്രരാക്കി. അങ്ങനെ വേടൻ വിരിച്ച വലയിൽ നിന്നും രക്ഷപ്പെട്ട പ്രാവുകൾ തങ്ങളെ സഹായിച്ച സുഹൃത്തായ പ്രാവിനും എലിക്കും നന്ദി പറഞ്ഞു. അപ്പോൾ ആ പ്രായമായ പ്രാവ് അവരോടായി പറഞ്ഞു, സുഹൃത്തുക്കളെ, ഒത്തൊരുമ ഉണ്ടെങ്കിൽ ഈ ലോകത്തിൽ നടക്കാത്തതായി ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ നിങ്ങളെ വേടന്റെ വലയിൽ നിന്ന് രക്ഷിച്ചതും ആ ഒരു ഒത്തൊരുമ തന്നെയാണ്. അങ്ങനെ ആ പ്രാവുകൾ ഒത്തൊരുമയോടെയും സന്തോഷത്തോടെയും പിന്നെയും ഒരുപാട് നാൾ ആ കാട്ടിൽ കഴിഞ്ഞു. കുട്ടികളെ, ഈ കഥയിലെ ഗുണപാഠം എന്താണെന്ന് മനസ്സിലായോ? ഒത്തൊരുമയുണ്ടെങ്കിൽ ഏതു കഠിനമായ കാര്യവും നമുക്ക് സാധ്യമാണ്. അടുത്ത കഥ കേട്ടാലോ? ഹലോ കുട്ടികളെ, ഇന്ന് നമുക്ക്
ഒരു കള്ളക്കുറുക്കന്റെ കഥ കേട്ടാലോ? കഥയുടെ പേരാണ് നീലക്കുറുക്കൻ. അപ്പൊ വീഡിയോയിലോട്ടേക്ക് പോവാം. പണ്ട് പണ്ട് ഒരിക്കൽ ഒരു കുറുക്കൻ കാട്ടിൽ നിന്നും ആഹാരം തേടി ഗ്രാമത്തിലെത്തി. പക്ഷേ അവൻ അതൊരു ഭാഗ്യം കിട്ട ദിവസമായിരുന്നു. എത്ര നടന്നിട്ടും അവന് ആഹാരം കണ്ടെത്താനായില്ല. എന്തായാലും കുറച്ചുകൂടി നടന്നു നോക്കാം, കിട്ടിയില്ലെങ്കിൽ കാട്ടിലോട്ട് തന്നെ തിരിച്ചു പോവാം, കുറുക്കൻ നിശ്ചയിച്ചു. വല്ല ആളുകളോ അവരുടെ പട്ടികളോ കണ്ടാൽ തന്റെ കാര്യം അധോഗതി തന്നെ അവൻ മനസ്സിൽ കരുതി. പെട്ടെന്ന് തന്നെ അവൻ ചില നായ്ക്കളുടെ കുര കേട്ടു. അവന് അപകടം ബോധ്യമായി. ഭയന്ന അവൻ ഓടുവാൻ തുടങ്ങി. പക്ഷേ അപ്പോഴേക്കും നായ്ക്കൾ അവനെ കണ്ടിരുന്നു. അവരും അവന്റെ പിന്നാലെ ഓടാൻ തുടങ്ങി. ജീവനും കൊണ്ട് ഓടിയ കുറുക്കൻ തൊട്ടടുത്ത ഒരു വീട് കണ്ടു. അവൻ വേഗം തന്നെ ആ വീട്ടിലേക്ക് ഓടിക്കയറി. തുണികളിൽ ചായം തേക്കുന്ന ആളിന്റെ വീടായിരുന്നു അത്. വീടിനകത്ത് ഒരു വലിയ പാത്രത്തിൽ ചായം കലക്കി വെച്ചിരുന്നു. വെപ്രാളത്തിൽ ഓടുന്നതിനിടയിൽ കുറുക്കൻ നീലപാത്രത്തിൽ ചെന്ന് വീണു. പിന്തുടർന്നു വന്ന നായ്ക്കൾക്ക് കുറുക്കന്റെ പൊടി പോലും കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവർ തിരിച്ചുപോയി. നായ്ക്കൾ തിരിച്ചുപോയി എന്ന് ഉറപ്പിക്കും വരെ കുറുക്കൻ നീലപാത്രത്തിൽ തന്നെ ഇരുന്നു. പിന്നീട് അവൻ പതുക്കെ പുറത്തിറങ്ങി. എന്നിട്ട് അവൻ പെട്ടെന്ന് തന്നെ കാട്ടിലേക്ക് ഓടിപ്പോയി. അങ്ങനെ കുറുക്കൻ കാട്ടിൽ തിരിച്ചെത്തി. കുറുക്കന്റെ കൂട്ടുകാരായിരുന്നവർ പോലും കുറുക്കനെ കണ്ട് ഓടാൻ തുടങ്ങി. അവനെ കാണുന്നവരെല്ലാം ഭയന്നോടുന്നു. കാട്ടിലുള്ളവർക്കൊക്കെ ഇതെന്തു പറ്റി? കുറുക്കൻ ചിന്തിച്ചു. എന്തേലും ആവട്ടെ, നല്ല ക്ഷീണം, കുറച്ച് വെള്ളം കുടിക്കാം എന്ന് കരുതി കുറുക്കൻ നേരെ നദിക്കരയിലേക്ക് പോയി. നദിയിലെ തെളിഞ്ഞ വെള്ളത്തിൽ കുറുക്കൻ തന്റെ രൂപം കണ്ടു. എന്ത്, ഞാൻ നീല നിറമായിരിക്കുന്നു, ഇതെങ്ങനെ സംഭവിച്ചു? അവൻ ഓർത്തു. ഞാൻ ചെന്ന് വീണത് നീലച്ചായത്തിലാണ്, അതുകൊണ്ടാണ് ഞാൻ നീല നിറത്തിൽ ഇരിക്കുന്നത്. എന്നെ കണ്ട മൃഗങ്ങൾ ഞാൻ ഏതോ വിചിത്ര ജീവിയാണെന്ന് കരുതിയാവും ഓടിയത്. പെട്ടെന്ന് കുറുക്കൻ ഒരു സൂത്രം തോന്നി. കുറുക്കൻ നേരെ മറ്റുള്ള മൃഗങ്ങളുടെ അടുത്തേക്ക് ചെന്ന് അവരോട് ഉറക്കെ ചോദിച്ചു, നിങ്ങൾ എല്ലാവരും എന്തിനാണ് ഓടി മറയുന്നത്? വരൂ വരൂ, എല്ലാവരും അടുത്തേക്ക് വരൂ, എനിക്ക് നിങ്ങളോട് ചിലതൊക്കെ പറയാനുണ്ട്. ഇത് കേട്ട് മൃഗങ്ങൾ ഓട്ടം നിർത്തി അവനിൽ നിന്ന് കുറച്ച് അകലെയായി മാറി നിന്നു. എല്ലാവരും അടുത്തു വരൂ, നിങ്ങളുടെ സുഹൃത്തുക്കളെയെല്ലാം ഒപ്പം കൂട്ടിക്കോളൂ, ചില പ്രധാന സംഗതികൾ എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട്, കുറുക്കൻ പറഞ്ഞു. ഓരോരോ മൃഗങ്ങളായി കുറുക്കന് ചുറ്റും കൂടി. നിങ്ങൾ ആരും പേടിക്കണ്ട, ഞാൻ നിങ്ങളെ എല്ലാവരെയും സംരക്ഷിച്ചു കൊള്ളാം. നിങ്ങൾ എനിക്ക് എല്ലാ ദിവസവും സ്വാദിഷ്ടമായ ഭക്ഷണ സാധനങ്ങൾ എത്തിക്കണം. അത് നിങ്ങളുടെ കടമയാണ്. പകരം ഞാൻ നിങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും, കുറുക്കൻ ആജ്ഞാപിച്ചു. മറ്റു മൃഗങ്ങൾ സമ്മതം മൂളി. അന്നു മുതൽ നീലക്കുറുക്കൻ കാട്ടിലെ രാജാവായി. മറ്റു മൃഗങ്ങളെല്ലാം ദിവസവും അവന് സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ എത്തിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കുറെ കഴിഞ്ഞുപോയി. എല്ലാ ദിവസവും മൃഗങ്ങളിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പരാതിയുമായി വരും. രാജാവ് അതെല്ലാം കേൾക്കും. എന്നിട്ട് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുകയും ചെയ്യും. ഒരു ദിവസം അത്തരമൊരു സഭയിൽ ഇരിക്കുകയായിരുന്നു കുറുക്കൻ. പെട്ടെന്ന് അവൻ ഒരു ശബ്ദം കേട്ടു. കുറുക്കന്മാരുടെ ഓരിയിടലായിരുന്നു അത്. കുറുക്കനാവട്ടെ കുറച്ചു നാളുകളായി തന്റെ സംഘത്തിലുള്ളവരുടെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഓരിയിടൽ കേട്ട നീലക്കുറുക്കൻ ഒട്ടും ആലോചിക്കാതെ കുറുക്കന്മാരോടൊപ്പം ഓരിയിടാൻ തുടങ്ങി. ഇത് കേട്ട മറ്റു മൃഗങ്ങൾ അമ്പരന്നു. എന്ത്, ഇതൊരു കുറുക്കനായിരുന്നോ? താങ്കളെ ഇത്രയും നാൾ കബളിപ്പിച്ചത് ഒരു കുറുക്കനാണെന്നറിഞ്ഞപ്പോൾ മൃഗങ്ങൾക്ക് സഹിച്ചില്ല. അവർ അവനെ കടിച്ചു കീറുവാനായി പാഞ്ഞെടുത്തു. പക്ഷെ കുറുക്കൻ അപ്പോഴേക്കും സ്ഥലം വിട്ടിരുന്നു. ഓടിയോടി ജീവൻ രക്ഷിക്കുവാനായി അവൻ എങ്ങോട്ടോ പോയി. പിന്നെ ആരും അവനെ ആ വഴിക്ക് കണ്ടിട്ടേയില്ല. കൂട്ടുകാരെ, ഈ കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ കഥ ലൈക്ക് ചെയ്യുകയും ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. വീണ്ടും ഒരു നല്ല കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.